ആഴമുള്ള കിണറ്റിൽ നിന്ന് ഒരുപാട് പണിപ്പെട്ട് കോരിയെടുത്ത വെള്ളം മൺകുടത്തിലാക്കി തോളിലേറ്റി നടന്നു വരുമ്പോൾ കാലിടറിയൊന്ന് വീണെന്ന് കരുതുക. അത് കുടയുന്ന ശബ്ദം എല്ലാവരും കേൾക്കും, കുറ്റപ്പെടുത്തും. അത്രയും നേരം അവർ അധ്വാനിച്ചതും ഇന്നലെ വരെ ശ്രദ്ധയോടെ ഉടയാതെ കാലിടറാതെ ആ മൺകുടം ചുമന്ന് നടന്ന ദൂരവുമൊക്കെ എല്ലാവരും മറക്കും. ഒരുപാട് ക്ഷമിക്കുന്ന മനുഷ്യരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. ഒരു ബലൂണിലേക്ക് കാറ്റ് നിറച്ചുകൊണ്ടിരുന്നാൽ അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പരിധിയുണ്ട്. അതിനപ്പുറം കടന്നാൽ വലിയ ശബ്ദത്തോടെ അത് പൊട്ടിത്തകരും. ക്ഷമയും അങ്ങനെയാണ്. പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളുമൊക്കെ ഒരു മനുഷ്യൻ സഹിക്കുന്നതിന് അവരുടേതായ പരിധിയുണ്ട്. ആ പരിധി കടന്നാൽ ഇനി എന്തും വരട്ടെ എന്ന് മനസ്സ് പാകപ്പെടും. പിന്നെ ചങ്ങലക്കിട്ട നമ്മൾ ഒരുപാട് ദ്രോഹിച്ച് ഒരു വന്യമൃഗത്തിൻ്റെ ചങ്ങല പൊട്ടിയാലെന്ന പോലെ വർഷങ്ങളായി അടക്കി വച്ചിരിക്കുന്ന സങ്കടങ്ങളും അടക്കി വച്ചിരുന്ന ദേഷ്യവും അണപൊട്ടി പുറത്തേക്ക് ഒഴുകും. ആ നിമിഷം ചിലപ്പോൾ അവർ പറയുന്ന വാക്കുകൾക്ക് കടാരയേക്കാൾ മൂർച്ച കാണും. അവർ ചെയ്യുന്നത് പലതും അപ്രതീക്ഷിതമായിരിക്കും. ചങ്ങല പൊട്ടിച്ച് വന്യമൃഗത്തെ പോലെയാകും അവർ. എല്ലാം കഴിഞ്ഞ് എല്ലാം ശാന്തമാകുമ്പോൾ ചുറ്റുമുള്ളവരൊക്കെയും അന്നു മുതൽ അങ്ങോട്ട് ആ ദുർബല നിമിഷത്തിൽ അവർ പറഞ്ഞു പോയതിനെയും ചെയ്തു പോയതിനെയും മനസ്സിലിട്ടുകൊണ്ടാവും അവരെ അളക്കുന്നതും അവരോട് പെരുമാറുന്നതും. ഇന്നലെ വരെ അവർ എത്രത്തോളം സഹിച്ചെന്നോ എത്രത്തോളം ക്ഷമിച്ചെന്നോ ആരും ഓർക്കാറില്ല. കാലങ്ങളോളം മേൽക്കൂരയ്ക്ക് താങ്ങായിരുന്ന ഒരു മരത്തൂണ് തകർന്നു വീണാൽ അതിൽ നിന്നുണ്ടാകുന്ന നഷ്ടങ്ങളുടെ കണക്കിനെ ഇവിടെ പ്രസക്തിയുള്ളൂ. എല്ലാ നഷ്ടത്തിനും ആ മരത്തെ ശപിക്കും. ഇന്നലെ വരെ ആ മരം മേൽക്കൂര താങ്ങിയിരുന്നു എന്ന് ആരും ഓർക്കാറില്ല. ക്ഷമിച്ചും സഹിച്ചും പരിധി കടന്ന മനുഷ്യർ ചങ്ങല പൊട്ടിച്ച മൃഗങ്ങളെപ്പോലെ ആകും. കടപ്പാട്. സിംഹമാണ് തന്റെ പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഏറ്റവും പുതിയ പ്രോജക്ട് പ്രസന്റേഷന് വേണ്ടി നഗരത്തിലെ ഒരു വൻകിട ക്ലയന്റിനെ കാണുന്നതിനായി കാർ ഓടിച്ചു പോവുകയായിരുന്നു യുവാവ്. കൃത്യം നഗരത്തിലെത്താനുള്ള സമയം കണക്കാക്കിയാണ് അയാൾ പുറപ്പെട്ടത്. പെട്ടെന്നാണ് പ്രധാന റോഡിൽ വലിയൊരു ഗതാഗത കുരുക്ക്. കൃത്യസമയത്ത് മീറ്റിംഗിൽ എത്തുന്നതിനായി GPS കാണിച്ച മറ്റൊരു വഴിയിലൂടെ അയാൾ കാർ തിരിച്ചുവിട്ടു. എന്നാൽ പോകെ പോകെ പുതിയ വഴി വിജനമായിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു വളവ് തിരിഞ്ഞതും കാറിന്റെ വീൽ വഴിയിലെ ഒരു കുഴിയിൽ വീണു. സസ്പെൻഷൻ നിലത്തുമുട്ടിയതിനാൽ വണ്ടി അനങ്ങാതെ നിശ്ചലമായി നിന്നു. അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി. വിജനമായ പ്രദേശം. സഹായത്തിനായി ആരുമില്ല. തന്റെ മീറ്റിംഗിന് ഇനി കേവലം അരമണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. ടെൻഷൻ തലയ്ക്ക് പിടിച്ച അയാൾ GPS-നെയും റോഡ് പണിത അധികാരികളെയും തന്റെ സമയത്തെയും തന്റെ മോശം വിധിയെയും ഉറക്കെ ശാപവാക്കുകൾ കൊണ്ട് മൂടി. ദേഷ്യം സഹിക്കവയ്യാതെ അയാൾ കാറിന്റെ വീലിൽ ശക്തമായി ചവിട്ടി. കാൽവിരൽ പൊട്ടി ചോര വന്നതല്ലാതെ വണ്ടിക്ക് ഒരനക്കവും ഉണ്ടായില്ല. അയാൾ വേദന സഹിക്കവയ്യാതെ നിലവിളിച്ചു പോയി. ആ സമയത്താണ് വഴിപോക്കനായ ഒരു പ്രായമായ മനുഷ്യൻ ആ വഴി വന്നത്. യുവാവിന്റെ ദേഷ്യവും നിസ്സഹായ അവസ്ഥയും കണ്ട് അയാൾ പറഞ്ഞു, മോനെ, ദേഷ്യപ്പെട്ടിട്ടും വണ്ടിയെ ചവിട്ടിയിട്ടും എന്താണ് കാര്യം? വണ്ടി ജാക്കി വെച്ച് പൊക്കി ടയറിന്റെ അടിയിൽ ഒരു കട്ടയോ കല്ലോ ഇട്ടാൽ തീരാവുന്നതല്ലേ നിന്റെ പ്രശ്നം? നീ ഒരു തവണയെങ്കിലും ശ്രമിച്ചു നോക്കിയോ? അപ്പോഴാണ് യുവാവിന് സ്വബോധം തെളിഞ്ഞത്. അയാൾ സ്വയം നിയന്ത്രിച്ച് കാറിന്റെ ഡിക്കിയിൽ നിന്നും ജാക്കിയും മറ്റു ഉപകരണങ്ങളും എടുത്ത് വണ്ടി ഉയർത്താൻ ശ്രമിച്ചു. പിന്നീട് ആ വഴിപോക്കന്റെ കൂടി സഹായത്തോടു കൂടി വണ്ടി കുഴിയിൽ നിന്ന് നിഷ്പ്രയാസം കയറ്റി. ഓർക്കുക, സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പിഴവുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. ചെയ്യേണ്ടത് ചെയ്യാൻ സാധിക്കില്ല, എന്നാൽ വേണ്ടാത്തതെല്ലാം ചെയ്യാനും തോന്നും. അപ്രതീക്ഷിത പ്രതിസന്ധികൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്നതോ പരിഭ്രാന്തരാകുന്നതിലോ അർത്ഥമില്ല. എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നും ആത്മനിയന്ത്രണത്തോടെ തീരുമാനിക്കുന്നതാണ് പ്രധാനം. അരുചികരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പലരും നിരാശപ്പെടും. പണവും സമയവും നഷ്ടപ്പെടുന്നതോർത്ത് സങ്കടപ്പെടും. ചുറ്റുമുള്ളവരെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തും. എന്നാൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യങ്ങളല്ല. നാം ചെയ്യേണ്ടത് ആത്മനിയന്ത്രണത്തോടെ പ്രതികരിക്കുക എന്നതാണ്. ഒന്നാമതായി പ്രശ്നങ്ങളെ ശാന്തമായി വിശകലനം ചെയ്യുക. രണ്ടാമതായി എങ്ങനെ പരിഹരിക്കണമെന്ന് യുക്തിപരമായി ചിന്തിക്കുക. മൂന്നാമതായി സ്വയം ഒരു ശ്രമമെങ്കിലും നടത്തുക. വീണ കുഴിയിൽ നിന്ന് പലരും കയറാത്തതിന് കാരണം കുഴിയുടെ ആഴം കൊണ്ടായിരിക്കില്ല, മറിച്ച് ആരാണ് എന്നെ വീഴ്ത്തിയത്, എങ്ങനെ വീണു എന്ന് ചിന്തിച്ച് മനസ്സിനെ അവിടെ തന്നെ തളച്ചിടുന്നത് കൊണ്ടായിരിക്കും.
വീണ് കിടക്കുമ്പോൾ ആശ്വാസമല്ല, എങ്ങനെയാണ് ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറുന്നത് എന്നുള്ള ഉപായങ്ങളാണ് ചിന്തിക്കേണ്ടത്. മറ്റാരെങ്കിലും വന്ന് രക്ഷിക്കുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. നമ്മുടെ രക്ഷ എപ്പോഴും നമ്മുടെ കൈകളിൽ തന്നെ ആയിരിക്കും. ഇവിടെ യുക്തിപരവും പ്രായോഗികവുമായ ചിന്തകൾക്കാണ് പ്രസക്തി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇത് വായിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നടന്നുപോയ ഒരു സംഭവമാണ് ഓർമ്മയിൽ വരുന്നത്. അതായത് ഒരു 10-30 കൊല്ലം മുൻപ് ഞാനൊരു വലിയ വണ്ടി ഓടിച്ച് വീട്ടിലെ ഒരു പരിപാടി കഴിഞ്ഞ് അനവധി അമ്മയുടെ പേരക്കുട്ടികളും എല്ലാവരുമായിട്ട് 10-12 പേരുണ്ട്, കാറ് കുത്തി നിറച്ച് പോവാണ്. ഓരോരുത്തരെ ഓരോ സെക്ഷനായി അവരവരുടെ വീടുകളിൽ എത്തിക്കുകയാണ്. സ്വന്തം വീടിൻ്റെ അധികം ദൂരമല്ലാതെ ഓരോ വീട്ടിലേക്ക് അവരെ എത്തിക്കുന്ന സമയത്ത് രാത്രി ഒരു 10 മണിയായിട്ടുണ്ടാവും. പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് കൊണ്ടാക്കുന്നത്. സ്വന്തം നാട്ടിലെ വീട്ടിലെ പെരുന്നാൾ കഴിഞ്ഞ് ഓരോ കുടുംബങ്ങളെ 5-10 കിലോമീറ്റർ വീതമുള്ളിടത്തൊക്കെ ഇറക്കാനായിട്ട് പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൻ്റെ സൈഡിലേക്കൂടെ വണ്ടി പോയപ്പോൾ അവിടെ ചാല് മണ്ണിട്ട് നിരത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ചക്രം താന്നു. നല്ല മഴ ഇട്ട് മണ്ണ് മൂടിയത് മനസ്സിൽ മണ്ണ് മൂടി കിടക്കുകയാണ്. താഴും എന്നുള്ളത് ഓർക്കാതെ വണ്ടി സൈഡിലെ കാനയിൽ വണ്ടി താന്നു. അന്നേരം എന്തുണ്ടായാലും ഞാൻ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, ഇതാണ് എൻ്റെ വായിൽ നിന്ന് വരുന്ന ഉരുവിടുന്ന വാക്കുകൾ. എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവമേ ഇനി എന്ത് ചെയ്യും, എൻ്റെ കർത്താവേ, എൻ്റെ അമ്മേ, ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കുക. ഇത് വന്നപ്പോഴും എല്ലാവരും ഇനി എന്താ ചെയ്യുക ആൻറ്റിയെ എന്ന് ചോദിച്ച് പിള്ളേരെല്ലാം രാത്രി നേരം റോട്ടിലൊന്നും ആരുമില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് നല്ലൊരു വിളി വിളിച്ച് തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി അവരെ വിളിച്ച് ഉണർത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ തെങ്ങിൻ്റെ പട്ട എങ്ങനെ ഉണ്ടാ, വീടിൻ്റെ ഇവിടെ കിടക്കണമെന്നുണ്ടാ കൊണ്ടിട്ടിട്ട്? അന്നൊക്കെ പട്ട കത്തിക്കാനായിട്ടൊക്കെ വാരി കൂട്ടിയിടലോ. ഉണ്ട്, എന്താ ഈ നേരത്ത്? പറഞ്ഞു, എൻ്റെ വണ്ടി പെരുന്നാൾ കഴിഞ്ഞ് വരണത്, ഓരോരുത്തരെ ഇറക്കാനായിട്ട് പോയപ്പോൾ സൈഡിൽ ആ കാനയിൽ ഇതായി എൻ്റെ വണ്ടി ഒരു സൈഡ് കംപ്ലീറ്റ് ചക്രം ഒരു പകുതി വരെ താന്നു. കുറേ പിള്ളേരും ഉണ്ട്, കുറേ കുട്ടികളുണ്ട് വണ്ടിയിൽ. എനിക്ക് കുറച്ച് പട്ട കിട്ടിയ എനിക്ക് കാര്യമൊക്കെ ഇതാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് 2-3 പട്ട, വേറെ മരത്തിൻ്റെ കഷ്ണം, അതെല്ലാം അവരും സഹായിച്ചു. ആ വീട്ടുകാർ രാത്രി 10 മണി നേരമാണെന്ന് ഓർക്കണം. അതെല്ലാം കൊണ്ട് ഈ വണ്ടി താന്നതിൻ്റെ അവിടേക്ക് ഇതാക്കിയിട്ട് അവരും കൂടി സഹായിച്ച് പട്ടയും ഇതൊക്കെ ചാലിൻ്റെ തൊട്ട് അപ്പുറത്ത് ഒരിത്തിരി ആ താന്ന് നിൽക്കുന്നതിൻ്റെ ഒരിത്തിരി സൈഡ് മാറ്റി പട്ടയും മരമൊക്കെ ഇട്ട് എല്ലാവരെയും ഇറക്കി പെട്ടെന്ന് റിവേഴ്സ് എടുത്ത് പട്ടയും പലകയും വെച്ച ഭാഗത്തേക്ക് പെട്ടെന്ന് ഒരു മുന്നോട്ട് വണ്ടി ചാലിൽ നിന്ന് കരകയറ്റി. പക്ഷേ ഈ ഐഡിയ കിട്ടിയതും ആ വീട് അവിടെ ഉള്ളത് കണ്ടതും ഐഡിയ കിട്ടിയതും ഒക്കെ ആ 2 പേര് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഇനി ഞാൻ എന്താ ചെയ്യുക ഈ നേരത്ത് എന്ന് പറഞ്ഞ് മനസ്സുരുകി പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ ഐഡിയ വന്നത്. വർഷം ഒരു 25-30 കൊല്ലമായിട്ടുണ്ടാവും ഈ സംഭവം നടന്നിട്ട്. ഞാനാണ് വലിയ വണ്ടിയാണ്, ടാറ്റ സ്റ്റേറ്റ് വണ്ടി ഓടിച്ചിരുന്നത് എല്ലാവരും കൊണ്ട്. നമ്മൾ ദൈവത്തിനെ വിളിച്ചാൽ ദൈവം ആ നിമിഷം നമ്മുടെ അരികത്തെത്തുന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് ഇത് വായിച്ചപ്പോൾ ഓർമ്മ വന്നത്. ഇപ്പോൾ വായിച്ചപ്പോൾ ഓർമ്മ വന്നത്. പൊന്നും പണവുമില്ല, ആർഭാട
എന്തിനലങ്കാരം മനുഷ്യ മണ്ണിലകങ്കാരം, ആറടി മണ്ണത് മാടി വിളിക്കുന്നു ചെല്ലേണ്ട ആ നേരം. പൊന്നും പണവുമില്ല പൊന്നും പണവുമില്ല, ആർഭാടക്കാരതു കൂട്ടിനില്ല. ചെന്നു കിടക്കുമ്പോൾ നിന്റെ നിഴൽ പോലും കൂട്ടിന് ചാരയില്ല. എന്തിനലങ്കാരം മനുഷ്യ മണ്ണിലലങ്കാരം, മണ്ണിലഹങ്കാരം, ആറടി മണ്ണത് മാടി വിളിക്കുന്നു ചെല്ലേണ്ട ആ നേരം. ഗ്രാമത്തിലെ ഉത്സവത്തിന് മിശിഹായുടെ പീഡാനുഭവം. യേശുവിൻ്റെ പ്രിയ നടൻ യൂദാസ് ഒരു ധ്യാനഗുരു പറഞ്ഞ കഥ. ഒരു ഗ്രാമത്തിലെ ഉത്സവത്തിന് മിശിഹായുടെ പീഡാനുഭവ നാടകം അഭിനയിക്കുവാൻ ഗ്രാമത്തലവനും അവിടുത്തെ ആശ്രമ സുപ്പീരിയറും കൂടി തീരുമാനിച്ചു. ആശ്രമത്തിലെ സന്യാസികൾ മനസ്സുവെച്ച് അഭിനയിച്ചാലേ പദ്ധതി വിജയിക്കൂ എന്ന് അവർക്ക് ബോധ്യമായി. സുപ്പീരിയർ ആശ്രമത്തിൽ വന്ന് അന്തേവാസികളെ വിളിച്ചുകൂട്ടി വിവരം അറിയിച്ചു. അവർക്ക് സന്തോഷമായി. നാടക പുസ്തകം തുറന്ന് ഓരോരുത്തരുടെയും ഭാഗം വീതിച്ചു. യേശുവിന്റെ ഭാഗം കിട്ടുവാൻ ഓരോരുത്തർക്കും ആഗ്രഹവും നിർബന്ധവും. ഒടുവിൽ ഏറ്റവും യോജിച്ച ഒരാൾക്ക് അത് കൊടുത്തു. പിന്നീട് കന്യകാമറിയമാകുവാനായിരുന്നു ഉത്സാഹം. അതും ഒരാൾക്ക് കൊടുത്തപ്പോൾ പിന്നെ ശ്ലീഹാന്മാർ ഓരോരുത്തരുടെയും ഭാഗം വീതിച്ചു. സന്യാസികളുടെ ഉത്സാഹം കുറഞ്ഞു വന്നു. ഹന്നാസ്, കയ്യാപ്പാസ്, പടയാളികൾ മുതലായവരുടെ ഭാഗം വന്നപ്പോൾ നിർബന്ധത്തിന്റെ പേരിൽ ഓരോരുത്തരും സമ്മതിച്ചു. ഒടുവിൽ യൂദാസിന്റെ ഭാഗം അഭിനയിക്കുവാൻ ചോദിച്ചിട്ട് ആർക്കും മനസ്സില്ല. എല്ലാവരും ഒഴിഞ്ഞു മാറുന്നു. ആശ്രമത്തലവൻ വിഷമത്തോടെ ചാപ്പലിൽ കയറി പ്രാർത്ഥിക്കുവാനിരുന്നു. അപ്പോഴതാ അവിടെ മൂലയ്ക്ക് നിന്നുകൊണ്ട് ഒരു തുണ സഹോദരൻ രഹസ്യമായി പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തിന് ശേഷം അവരിരുവരും ഒരുമിച്ചാണ് പുറത്തിറങ്ങിയത്. പിതാവിന്റെ മുഖത്തെന്തോ വിഷമമെന്ന് തുണ സഹോദരൻ ആരാഞ്ഞു. കാരണം പറഞ്ഞപ്പോൾ താൻ യൂദാസായി കൊള്ളാമെന്ന് സന്തോഷപൂർവം ഏറ്റതോടെ പ്രശ്നം തീർന്നു. ഉത്സവ ദിവസം ആഗതമായി. വേഷം കെട്ടിയ സന്യാസികൾ സകല കഴിവും കാട്ടി അഭിനയിച്ചു. യേശുവിനെ കണ്ടവർ അവിടുത്തെ പീഡാനുഭവത്തിൽ സഹതപിക്കുകയും കരയുകയും ചെയ്തു. യൂദാസ് ഒറ്റിക്കൊടുക്കുവാൻ വന്നപ്പോൾ ജനം ദുഷ്ടൻ, വഞ്ചകൻ, കള്ളൻ എന്നിങ്ങനെ ആർത്തു വിളിച്ചു. നാടകം കഴിഞ്ഞ് അണിയറയിൽ നിന്ന് ഗ്രീൻ റൂമിലേക്ക് പോകുന്ന അഭിനേതാക്കളെ കാണുവാൻ കുട്ടികളും യുവാക്കളും തടിച്ചുകൂടുകയും മറക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുകയും ചെയ്തു. യേശുവിനെ കണ്ടിട്ട് കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഭവ്യതയോടെ നിന്നപ്പോൾ യൂദാസിന്റെ ദർശനത്തിൽ ഈ വഞ്ചകനെ വിടരുത്, ദുഷ്ടൻ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. രാത്രി നിദ്രയിൽ യൂദാസായി അഭിനയിച്ച തുണ സഹോദരന്റെ അടുത്ത് യഥാർത്ഥ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, മകനെ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് എന്ന് അയാൾ തിരക്കിയപ്പോൾ മറുപടിയായി യേശു തമ്പുരാൻ മൊഴിഞ്ഞു, ഇന്ന് എന്റെ വേഷം കെട്ടി ആ നാമത്തിൽ ലഭിക്കുന്ന പേരും പെരുമയും പിടിച്ചു പറിക്കുവാൻ ഏവർക്കും മോഹമാണ്. എന്നാൽ എന്റെ അരൂപി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ വിരളവും. അത് നിന്നെ പോലുള്ളവരാണ് ചെയ്യുന്നത്. എന്റെ കാലത്ത് കുരിശെന്ന പോലെ ഇന്ന് പരിഹാസപാത്രമായ ഒരു ഭാഗമാണ് യൂദാസിൻ്റെത്.
എൻ്റെ മഹിമ വർദ്ധിപ്പിക്കുവാനായി മാത്രമാണ് അത് ഏറ്റെടുത്തതും തുടർന്ന് നിന്ദിക്കപ്പെട്ടതും. ഇതാണ് യഥാർത്ഥമായ എൻ്റെ അരൂപി. ബാഹ്യമായ മോടിയല്ല, ആന്തരിക അരൂപിയാണ് ഞാൻ നോക്കുന്നത്. യേശു ക്രിസ്തു അപ്രത്യക്ഷമായി. ഇതാണ് യേശുവിൻ്റെ പ്രിയ നടൻ യൂദാസ് എന്ന ധ്യാനഗുരുവിൻ്റെ കഥ. ആത്മാവാണൻ സഹായകൻ എൻ്റെ 5-10 വർഷങ്ങൾക്ക് മുൻപ് ഇറക്കിയ ബുക്ക്. അതിലെ ആ ബുക്കിലെ ആദ്യത്തെ പേജിലത്തെ പാട്ടാണ് ആത്മാവാണൻ സഹായകൻ ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണൻ സഹായകൻ എൻ ബലഹീനതയിൽ ആത്മാവെന്നെ സഹായിക്കുന്നു. എൻ ശരീരത്തിൻ വാസനകൾ ആത്മാവെടുത്ത് മാറ്റുന്നു. ആത്മാവെടുത്ത് മാറ്റുന്നു. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു. സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു. ആത്മാവെന്നെ സഹായിക്കുന്നു. ആത്മാവാണൻ സഹായകൻ. ദൈവത്തിൻ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ആത്മാവാണൻ സഹായകൻ. ആത്മാവാണൻ സഹായകൻ. ഒരിക്കൽ ഒരു കൗമാരക്കാരൻ തൻ്റെ മുത്തച്ഛനോട് ചോദിച്ചു, മുത്തച്ഛ, പരീക്ഷകളിൽ ഉന്നതനായ വിജയം നേടി ഉന്നത ജീവിതം നയിക്കുന്നവർ പോലും ജീവിത പരീക്ഷകളിൽ തോറ്റുപോകുന്നത് എന്താണ്? മുത്തച്ഛൻ മറുപടി പറഞ്ഞു, മോനെ, സ്കൂളിലെ പരീക്ഷ പോലെയല്ല ജീവിതം. സ്കൂളിലെ പരീക്ഷ പോലെയല്ല ജീവിത പരീക്ഷ. സ്കൂളിലെ ഓരോ ക്ലാസ്സിലെ കുട്ടികളെല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്നാൽ ജീവിത പരീക്ഷയിൽ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ക്വസ്റ്റ്യൻ പേപ്പറാണ് ലഭിക്കുന്നത്. അതിനാൽ കാണാതെ പഠിച്ച ഉത്തരങ്ങൾ അതിന് മതിയാകില്ല. ബുദ്ധിപൂർവം ഓരോന്നിനും ഉത്തരം നൽകണം. ബുദ്ധി എന്നത് ചില പാഠങ്ങൾ പഠിക്കുന്നത് മാത്രമല്ല, സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ഈശ്വരനിൽ ആശ്രയിക്കുന്നതിനാൽ ലഭ്യമാകുന്ന വിവേകമാണ്. വീണ്ടും ആ മകൻ ചോദിച്ചു, അതെന്തുകൊണ്ടാണ്? ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യങ്ങൾ. മുത്തച്ഛൻ അവനെയും കൂട്ടി അടുത്ത പട്ടണത്തിലെത്തി. അവനോട് ചോദിച്ചു, ഇവിടുത്തെ വീടുകൾ കണ്ടോ? ഗ്രാമത്തിലുള്ള നിൻ്റെ വീട് പോലെയാണോ ഇവ? അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തങ്ങളാണ്. അതിനാൽ ജീവിത പരീക്ഷണങ്ങളും വ്യത്യസ്തങ്ങളാണ്. ഏതെല്ലാം വിധത്തിലാണ് ഓരോ മനുഷ്യരും വ്യത്യസ്തരായിരിക്കുന്നത്? ഒരേ ഭവനത്തിൽ വസിക്കുന്നവർ തന്നെ എത്ര വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉള്ളവരാണ്. ഗ്രാമവാസികളും നഗരവാസികളും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ! ജാതി മത വർഗ വർണ്ണലിംഗ ഭേദങ്ങൾ അനുസരിച്ചും എല്ലാവരും വ്യത്യസ്തരാണ്. ബുദ്ധിശക്തിയും കഴിവുകളിലും അതേപോലെയുള്ള വ്യത്യാസമുണ്ടല്ലോ. ആകയാൽ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾക്കനുസരണമായി അവരവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വ്യത്യാസപ്പെട്ടിരിക്കും. അവയൊക്കെ അതിജീവിക്കുക എന്നതാണല്ലോ ജീവിതത്തിലെ പരീക്ഷകൾ. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എന്ന്
പറഞ്ഞത്. ആകയാൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളെ നേരിടുവാനുള്ള ജ്ഞാനവും വിവേകവുമാണ് പരീക്ഷകളെ അതിജീവിക്കുവാൻ ആവശ്യമായത്. അതിനാൽ ദൈവവിശ്വാസവും പ്രാർത്ഥനയും കൂടിയേ തീരൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.